ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്പിരിച്വൽ അവേക്കൻ്റെ ഏതൊരു ലെവലിലാണ് നിൽക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ആത്മാവിൻ്റെ ഉണർവിൻ്റെ ഏതൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? മുന്നോട്ട് പോകാതെ നിങ്ങളെ ഇപ്പോൾ തടഞ്ഞു നിർത്തുന്നത് എന്താണ്? ഈ തടസ്സത്തെ ജീവിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ തടസ്സത്തെ അതിജീവിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾ സ്പിരിച്വൽ അവേക്കൻ്റെ ഏത് പാതയിലാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഉണർവിൻ്റെ ഏത് പാതയിലാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ദ ലവേഴ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു നല്ല എനർജിയാണ്. നിങ്ങൾക്ക് ഉള്ളത് എന്ന് പറയുന്നത് നല്ലൊരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അതായത് ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ലെവൽ, ആ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ആ ഒരു ഈശ്വരൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളോട് കൂടെയുണ്ട്. അത് മാത്രമല്ല, അത് നിങ്ങൾക്ക് ചിലപ്പോൾ പല രീതിയിലും അനുഭവിക്കാൻ കഴിയുന്നുമുണ്ട് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു ബ്ലോക്ക് എന്താണെന്ന് ചോദിച്ചാൽ ദ മൂൺ എന്ന് പറയുന്നൊരു കാർഡാണ് നമുക്ക് കിട്ടിയത്. നിങ്ങളുടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭയം, പേടി. ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് ഉള്ളിലൊരു പേടി, ഭയം, അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് കൂടെ ഉണ്ടെന്നറിയാം, പക്ഷെ എങ്കിലും നിങ്ങളെ മുന്നോട്ട് പോകാതെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ് എന്നാണ് കാണുന്നത്. ഈ ഭയത്തെ എങ്ങനെ അതിജീവിക്കാം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 3 ഓഫ് സോഡ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. അതായത് ഇതിനു മുമ്പ് സ്നേഹത്താൽ നിങ്ങൾ പല മുറിവുകളും നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതായത് ഹൃദയം മുറിക്കുന്ന പല വേദനകളും പല വ്യക്തികളിൽ നിന്നും നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ പതുക്കെ റിലീസ് ചെയ്ത് അത് നിങ്ങളോട് തന്നെ സ്വയം ക്ഷമിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് യൂണിവേഴ്സിനോട് തൊട്ടടുത്തിരിക്കുന്ന ഒരു എനർജിയാണ്. അത് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു ഭയമാണ്. നിങ്ങൾക്ക് ഒരു ഭയം, ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. അത് നീക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഹൃദയത്തിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്ന വേദനകളെ പതുക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക എന്നതാണ്. ഇതിനെ റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് ഏസ് ഓഫ് വാൻസ് ആണ്. ഒരു പുതിയ എനർജി, ഒരു പുതിയ സ്പാർക്ക്, എല്ലാം തുടങ്ങാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. ഈ ഡിസംബർ മാസത്തിൽ ഞാനൊരു ഓഫർ റീഡിംഗ് നടത്തുന്നുണ്ട്.